बिजू डैनियल करेंगे। दोनों परमेश्वर का दासों का हम आइए ताली बजाते हुए स्वागत करें। वेलकम पास्टर साहब, वेलकम वेलकम। അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവജനത്തോടുകൂടെ ദൈവദാസിദാസന്മാരോടുകൂടെ കർത്താവിന്റെ വചനവുമായി ഇരിപ്പാൻ ഞങ്ങൾക്ക് സമയം ലഭിച്ചതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. अनुग्रहकारी समय के लिए धन्यवाद करते। परमेश्वर ने हमें इस तरह मिलके प्रभु की शरणों में आने के लिए एक मौका दिया, अवसर दिया। വളരെ മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിനെ നമ്മൾ സ്തുതിക്കുകയായിരുന്നു. കർത്താവിന്റെ സാന്നിധ്യം ആത്മാവിൽ അറിയുവാൻ തക്കവണ്ണം എനിക്കും ഇടയായി. अच्छे गीतों के द्वारा प्रभु की हमने आराधना किया। परमेश्वर की उपस्थिति को अनुभव करने के लिए प्रभु ने मुझे भी सहायता मदद किया। നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. इन दिनों हम प्रार्थना के विषय में पढ़ रहे हैं मत्ती रचित सुसमाचार उसके 6ठे अध्याय में से। കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന രീതി നാം പരിശോധിക്കുമ്പോൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ 6 വിഷയങ്ങളിലുള്ള യാചനയാണ് നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാകേണ്ടത്. परमेश्वर ने प्रार्थना करना हमको सिखाया। उसमें हम देखते हैं प्रभु ने हमको 6 बातें उसमें रखने के लिए कहा है। നാം കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ആദ്യത്തെ 3 വിഷയങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഇരുന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. प्रारंभ में 3 बातें हम जो देखते हैं, इस संसार बैठते हुए हम परमेश्वर के राज्य के लिए प्रभु से संबंधित बातों को हम प्रार्थना में रखते हैं। അടുത്ത 3 യാചനാ വിഷയങ്ങൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. आगे के 3 विषय हम जब तक इस संसार में तब तक हमारे जीवन से संबंधित बातें हैं। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നാം കടന്നു വരുമ്പോൾ നമ്മുടെ വിഷയങ്ങളെല്ലാം പ്രാരംഭമായി ദൈവസന്നിധിയിൽ വെക്കേണ്ടത് പിന്നെയോ കർത്താവെ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എനിക്കൊരു അവസരം തന്നിരിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും അവസരം തന്നിരിക്കുന്നത് കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ കുടുംബം കൊണ്ട്, എൻ്റെ ശുശ്രൂഷ കൊണ്ട് എനിക്കല്ല പ്രയോജനം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തണമേ. पिछली बार हमने देखा कि हम प्रारंभ में अपनी बातों को ना रखते हुए हम इन बातों को प्रभु से कहते हैं कि प्रभु, मेरे जीवन से, मेरे परिवार के जीवन से परमेश्वर आपके नाम की महिमा हो। उन बातों को हम प्रार्थना में रखते हैं। കർത്താവിന്റെ നാമത്തിന് തക്കതായ മഹത്വം കൊടുത്ത് അവിടുത്തെ രാജ്യത്തിനു വേണ്ടി, അവിടുത്തെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള നമ്മുടെ ആഗ്രഹം, നമ്മുടെ സമർപ്പണം ദൈവസന്നിധിയിൽ അറിയിച്ചതിന് ശേഷം നാം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം അവിടുന്ന് തരണമേ. परमेश्वर के राज्य के लिए जो करना है उन बातों को रखते हुए, कलीसिया के लिए क्या करना उन बातों को रखते हुए हम बाद में प्रभु से कहते हैं, प्रभु, हमारे जीवन के लिए जो रोटी हमें चाहिए आज आप हमें देना। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിച്ച്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. मत्ती 6 के 11 में हमने पढ़ा, हमारी दिन भर की रोटी आज हमें दे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം ആരെന്ന് നാം യഥാർത്ഥമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒരു ആവശ്യങ്ങളും നമ്മുടെ പ്രത്യേക വിഷയങ്ങളായി മാറത്തില്ല. हम देखते हैं कि इस संसार में हम कौन है, इस बात को हम जब पता कर लेते हैं, पता चल जाता है, तो हम कैसे अपनी बातों को प्रभु के सम्मुख रखते हैं। നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ഒത്തിരി ആകുലതകൾ അനുഭവിക്കുന്നത്, ഭാരപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത്, വളരെ അധികം ഹൃദയത്തിന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോകുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയിലുള്ള വിഷയങ്ങളാണ്. हम बहुत सी बातों में व्याकुल होते हैं, दुखी होते हैं। उतना विषय क्या है? इस संसार में रहते हुए इस भूमि से संबंधित, शरीर से संबंधित विषय है। ദൈവവചനം ഉടനീളം പരിശോധിക്കുകയാണെങ്കിൽ ദൈവസഭയുടെ ആരംഭ കാലഘട്ടം മുതൽ ഇന്നയോളം, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളൊക്കെ പഠിച്ച് നമ്മൾ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇന്നയോളം നോക്കിയാൽ കർത്താവിനെ അറിഞ്ഞ ഒരു ജനത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? കർത്താവിന്റെ നാമത്തിനു വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി, കർത്താവിനെ പിന്തുടരുവാൻ തങ്ങൾക്കുള്ളത് എന്തും നഷ്ടമാക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. हम कलीसिया के आरंभ को हम देखें, खासकर प्रेरितों की किताब में कलीसिया के आरंभ के अंदर में क्या हुआ था, उनके जीवनों को देखें, उन कार्य को देखें, तो हमें पता चलता है कि
परमेश्वर को जानने के बाद वो प्रभु के लिए अपने जीवन में कितना भी त्याग नुकसान सहन करने के लिए तैयार है। ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പഴയ ഏൻഷ്യൻ റൈറ്റിംഗ്സിൽ പഴയ എഴുത്തുകാർ എഴുതിയിട്ടുള്ള ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കർത്താവിന്റെ പിന്നാലെ ആരൊക്കെ ഇറങ്ങിത്തിരിച്ചുവോ അവർക്കൊക്കെ വലിയ നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു എന്നുള്ളതാണ്. पहली शताब्दी के कलीसियाओं को अगर हम देखें, वचन के इतिहासकारों को हम देखें, तो उनसे लेखनों से हमें पता चलता है कि परमेश्वर के लिए जिन्होंने जीवन बिताया उन सबको बहुत से नष्टों के अंदर से गुजरना पड़ा। എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, കർത്താവിന്റെ നാമത്തിനു വേണ്ടി കർത്താവിന്റെ സഭയുടെ ഭാഗമായതുകൊണ്ട് പലരുടെയും സ്വത്തുക്കൾ അപഹരിക്കപ്പെട്ടതായി, സ്വത്തുക്കൾ അവർക്ക് നഷ്ടപ്പെട്ടതായി ദൈവവചനത്തിൽ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. इब्रानी किताब 10वें अध्याय के अंतिम भागों हम देखते हैं, जो प्रभु के लिए जिए, प्रभु के लिए खड़े रहे, उनको अपनी संपत्ति में से बहुत कुछ नुकसान उठाना पड़ा। സഹോദരങ്ങളെ, ഇന്ന് നാം ചുറ്റുപാടുകളിൽ ഒന്ന് നോക്കിയാൽ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നാം കരുതുന്നത് ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ വസ്തുക്കൾ വർദ്ധിച്ചു എന്നുള്ളതാണ് എന്ന് നാം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. कई बार हम एक गलत शिक्षा के अंदर में, गलत विचारधारा में हम आते हैं। संसार के अंदर में प्रभु ने अगर भौतिक अनुग्रह को दिया तो उससे हम अपने मसीह जीवन को हम देखते हैं, तुलना करते हैं। പലപ്പോഴും സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പല കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ട്, പല കാര്യങ്ങളിൽ വേദന അനുഭവിക്കുന്നുണ്ട്, ഭൗതികമായ പല വിഷയങ്ങളിൽ സമ്പത്തിന്റെ കുറവില്, അല്ലെങ്കിൽ നല്ലൊരു ഭവനമില്ലാത്തതിന്റെ കുറവുകള്, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം നടത്തുവാൻ കഴിയാത്തതിന്റെ കുറവ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. कई बार हम अपने जीवन में बहुत से आर्थिक कठिनाइयों को हम देखते हैं, आर्थिक समस्याएं देखते हैं, तो हमें ऐसा लगता है कि जैसे प्रभु ने हमको अनुग्रह करना था, प्रभु ने हमको आशीषित नहीं किया। ഞാൻ എന്തിനാണ് പഴയ ജനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മുൻപേ കടന്നുപോയ ജനത്തിന്റെ ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച ഒരു ജനത്തിനാണ് ഈ നഷ്ടങ്ങളും ഈ അപഹാരങ്ങളും അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളും തങ്ങളുടെ സ്വന്തമായിരുന്നതൊക്കെ നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടായത്. मैं क्यों पुरानी बातों को आपके सामने उनके जीवन को रखा? अत्यधिक प्रभु ने जिन लोगों को अनुग्रह किया, आशीषित किया, वही लोग आने वाले समय के अंदर में प्रभु के लिए इतना दुख और कष्ट, नुकसान को उठाते हैं। അപ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ തെളിവ് ഭൗതികമായ സമ്പത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതല്ല, പിന്നെയോ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു തെളിവ് അവിടുത്തെ പുത്രനെ കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള തീഷ്ണതയും ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ തരുന്നു. അത് മാത്രമല്ല, ഈ ലോകത്തിലുള്ളതൊക്കെയും താൽക്കാലികമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്നു. വരുവാനുള്ള ലോകത്തിനു വേണ്ടി തയ്യാറെടുക്കുവാനും മറ്റുള്ളവരെ തയ്യാറെടുപ്പിക്കുവാനുമുള്ള ഏറെ ആഴമേറിയ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്നു. ഇതാണ് യഥാർത്ഥമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. प्रभु ने हमको आशीषित किया, उसका प्रमाण किया है। अगर मेरे और आपके जीवन में परमेश्वर को और भी जानने के लिए इच्छा है, प्रभु के राज्य के लिए कार्य करने के लिए इच्छा है, और भी परमेश्वर के लोगों को प्रभु में लेके आने के लिए इच्छा है, प्रभु के राज्य के लिए नुकसानों का सहन करने के लिए हमारे हृदय में इच्छा है, तो हमको महसूस होना है, पता चलना है कि वास्तव में प्रभु ने मुझको अनुग्रह किया, इसीलिए ही ये बातें आज मेरे हृदय के अंदर है। സഭയിലുള്ളവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ശതമാനം ആളുകൾക്ക് ഈ ആഗ്രഹമുണ്ട് സഹോദരങ്ങളെ? വളരെ കുറച്ച്, ചിലർക്ക്, വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ദൈവദാസന്മാരുടെ മധ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് ഈ ആഗ്രഹമുണ്ട്? ഇങ്ങനെ തീഷ്ണത ആഗ്രഹം, കർത്താവിന് വേണ്ടി എന്തും സഹിക്കുവാൻ, കർത്താവിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാൻ, ത്യാഗോജ്ജലമായ ജീവിതത്തോടു കൂടി കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ വളരെ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവ് അവരോട് കൂടെ ഉണ്ട് എന്നുള്ള തെളിവ്, കർത്താവിന്റെ അനുഗ്രഹം അവരോട് കൂടെ ഉണ്ട് എന്നുള്ള തെളിവ്, കർത്താവ് അവരോട് കൂടെ വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അത് മാത്രമാണ്. हमारी कलीसिया में वास्तव में हम देखें तो कितने लोगों को इस तरह की इच्छाएं, लेकिन हमको समझना है प्रियो,
कि परमेश्वर के लिए अगर हम दुख कष्ट उठाते हैं, नुकसानों को सहन करते हैं, तो ही ये वास्तव के अंदर एक प्रमाण है कि हाँ, वास्तव के अंदर प्रभु मुझसे प्यार करता है, प्रभु की उपस्थिति मेरे साथ में है। इसलिए हमको समझना है कि हम प्रभु के अनुग्रहों को कैसे समझे अपने जीवन के अंदर। അതിന്റെ അർത്ഥം നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ ദൈവത്തിന് താല്പര്യമില്ലെന്നല്ല. ഭൗതികമായ നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന് ഒരു അനുകമ്പയും ഒരു നമ്മളോടുള്ള ഒരു കരുണയും ഇല്ല എന്നുള്ളതല്ല അതിന്റെ अर्थം. इसका अर्थ ये नहीं कि हमको आर्थिक उन्नति ना हो, प्रभु कुछ हमारे लिए करना नहीं चाहता है, प्रभु करुणा दया इस बारे में हमारे ऊपर नहीं, ऐसा नहीं है। സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തിൽ ഇപ്പോൾ നാം വായിച്ച വചനഭാഗത്തിൽ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന്. देखिए प्रभु ने हमको वहां क्या सिखाया है। प्रभु स्वयं हमसे कह रहा है कि हम प्रार्थना करें, प्रभु आज की दिन भर की रोटी आप हमें दें। നമ്മുടെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും ആ ഒരു പ്രാർത്ഥനാ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു. हमारे जीवन की हर एक आवश्यकता उस एक बात में छिपी हुई है। നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്കുകൾ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്നുള്ളതല്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലെ കണ്ടൻസ്, അതിന്റെ ഐഡിയോളജി ഈ വിഷയത്തിലായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. इसका अर्थ क्या है? हम प्रार्थना में वो चीजें ना बोले ये नहीं है, लेकिन उसका जो मूल जो सारांश है, जो निचोड़ यही है कि हम जो प्रभु से कहते हैं, प्रभु आज दिन भर की रोटी आज हमें दे। എനിക്ക് ആഹാരം വേണമെന്ന് പ്രാർത്ഥിക്കാം, എനിക്കൊരു ജോലി വേണമെന്ന് പ്രാർത്ഥിക്കാം, എന്റെ സാമ്പത്തികമായ ചില വിഷയങ്ങളിൽ കർത്താവെ എനിക്ക് ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ വേണമെന്ന് പ്രാർത്ഥിക്കാം, എനിക്കൊരു ഭവനം ആവശ്യമുണ്ട് കർത്താവെ, അതിനുവേണ്ടി ചില വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കാം. എനിക്കൊരു വാഹനത്തിന്റെ ആവശ്യമുണ്ട് കർത്താവെ, അതിനുവേണ്ടി അവിടുന്ന് ഒരു വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇതെല്ലാം തന്നെ ആ പ്രാർത്ഥനാ രീതിയിൽ അടങ്ങിയിരിക്കുന്നു. हम प्रभु से अपनी हर एक बातों को कह सकते, प्रभु मुझे एक अच्छी नौकरी, परमेश्वर मेरे बच्चों को अच्छी शिक्षा मिले, अच्छे स्कूल में पढ़ाई करे, मेरे यातायात के लिए मेरे पास एक गाड़ी हो, मेरा एक अच्छा घर हो, मेरा एक अच्छा भवन हो। हम हर एक बातें प्रभु से बोल सकते हैं, लेकिन जो प्रभु ने एक वाक्य के अंदर हमसे कहा है, उसके अंदर ये तमाम बातें हैं जुड़ी हुई है। ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടതായ ആഹാരം തരണമേ. നമുക്കറിയാം, ആഹാരം എന്നുള്ള വാക്ക് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. आज उस वाक्य में क्या लिखा? आज दिन भर की रोटी हमें दे। ये किससे संबंधित है? हमारे शरीर से संबंधित है। പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ ആത്മാവിനെ കുറിച്ചും നമ്മുടെ ആത്മീയ വിഷയത്തെക്കുറിച്ചും മാത്രമാണ് ദൈവത്തിന് ചിന്ത എന്ന്. പക്ഷെ ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, നമ്മുടെ ആത്മീയ വിഷയങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് ആദ്യം പഠിപ്പിക്കുന്നത്. इसलिए हमको सब कई बार हम सोचते हैं कि हम केवल आत्मिक बातों के लिए प्रार्थना करें, नहीं, लेकिन हमें अपने जीवन के अंदर इस बात को भी समझना है कि हम अपने शरीर की बातों को भी प्रभु ने सिखाया है, हम प्रार्थना करें, प्रभु से कहें। എന്തിനാണ് ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത്? ഈ ശരീരം വേണ്ട രീതിയിൽ, പ്രോപ്പറായ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ, വേണ്ടതായ ആരോഗ്യം എൻ്റെ ശരീരത്തിന് ഇല്ല എങ്കിൽ, എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എനിക്ക് നടക്കുവാന്, എനിക്ക് യാത്ര ചെയ്യുവാന്, എനിക്ക് പ്രവർത്തിപ്പാൻ തക്കവണ്ണമുള്ള ഊർജം ഈ ശരീരത്തിന് ഇല്ല എങ്കിൽ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി വേല ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് കഴിയാതെ വരും. जो हमें अपने शरीर के लिए प्रार्थना करना, शरीर की आवश्यकताओं के लिए प्रार्थना करना है, क्योंकि अगर हमारा शरीर ही नहीं रहेगा, शरीर स्वस्थ ही नहीं रहेगा, तो हम परमेश्वर के राज्य के लिए क्या कर पाएंगे? इसलिए हमें अपने शरीर की बातों को भी प्रभु से बोलना है। കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചു, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കർത്താവിന്റെ മന്ദിരമാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. അതായത് ഒരു വാഹനത്തിൽ നാം ഇരുന്ന് യാത്ര ചെയ്യുന്നത് പോലെ സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് വാഹനമാകുന്ന നമ്മളിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അതാണ് നാം ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 6:19, 1 കൊരിന്ത്യർ 3:16 ഈ വാക്യങ്ങളിലൊക്കെ പറയുന്നു, നാം ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും. इसलिए पिछली बार भी हमने देखा कि हमारा शरीर स्वयं क्या है? प्रभु का मंदिर। एक वाहन की तरह परमेश्वर इसके अंदर निवास करके यात्रा करता है। वही हमने पहले कुरिन्थियों 9 अध्याय हमने देखा, 3 अध्याय में भी हमने देखा कि ये जो शरीर जो प्रभु का मंदिर है, इसीलिए हमें इस शरीर को भी किस तरह रखना है हमें मालूम होना।
എന്റെ ജീവിതത്തെ, എന്റെ ശരീരത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നാം വിശ്വസിക്കുന്നു എങ്കിൽ ഈ ശരീരത്തിന് ആവശ്യമായ, ഈ ശരീരത്തിന്റെ ചുറ്റുപാടുകൾക്ക് ആവശ്യമായ സകലത്തെയും നിർവഹിച്ചു തരുവാൻ തക്കവണ്ണം എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന എന്റെ കർത്താവിന് കഴിയും. हम अगर परमेश्वर भरोसा रखते हैं तो हमें इस बात का भी निश्चित होना है, मेरे शरीर के लिए जो कुछ चाहिए, मेरे शरीर की प्रक्रिया काम करने के लिए जो कुछ है, उन सबको पूरा करने के लिए मेरा परमेश्वर पर्याप्त है. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 6:25 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. इसलिए ही मत्ती 6:25 में इस तरह लिखा है, इसलिए मैं तुमसे कहता हूं कि अपने प्राण के लिए चिंता ना करे कि हम क्या खाएंगे क्या पिएंगे, और न अपने शरीर के लिए कि हम क्या पहनेंगे. അതുപോലെ 27ാമത്തെ വാക്യത്തിൽ വേഴ്സ് 27 പറയുന്നു, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? इसलिए 27 में लिखा है, तुम में कौन है जो चिंता करके अपनी आयु में एक घड़ी भी बढ़ा सकता है. 31 പറയുന്നു, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. इसलिए 31 में लिखा है, इसलिए तुम चिंता करके यह ना कहना कि हम क्या खाएंगे क्या पिएंगे क्या पहनेंगे. വേഴ്സ് 32 പറയുന്നു, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. 32 में लिखा है, अन्य जाति इन सब वस्तुओं की खोज में रहते हैं, पर तुम्हारा स्वर्गीय पिता जानता है कि तुम्हें इन वस्तुओं की आवश्यकता है. വേഴ്സ് 33 പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. 33 में लिखा, इसलिए पहले तुम परमेश्वर के राज्य उसके धर्म की खोज करो, तो ये सब वस्तुएं भी तुम्हें मिल जाएंगी. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത്യുന്നതനായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്, ഉറപ്പാണ്. ഈ ലോകത്തിലെ ഒരു പ്രധാനമന്ത്രിയോ മന്ത്രിയോ അല്ലെങ്കിൽ രാജാവോ തരുന്ന ഉറപ്പ് പോലെയല്ല. സകലത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന വാക്കുമാറാത്ത സർവശക്തനായ ദൈവം പറയുകയാണ്, മുമ്പേ എന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുന്നുവെങ്കിൽ ഇതൊക്കെയും നിനക്ക് ഞാൻ നൽകാമെന്നുള്ളത്. फिर मुझे आपको समझना है कि मुझे आपको इस बात का निश्चितता परमेश्वर स्वयं देता है. देश का प्रधान मुख्यमंत्री कोई बड़ा व्यक्ति नहीं, बल्कि स्वयं परमेश्वर कि पहले तुम्हें राज्य की खोज करो तो तुम्हारी शरीर की मूलभूत आवश्यकताओं को पूरा करने के लिए मैं पर्याप्त हूँ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിന്റെ എന്ത് ആവശ്യങ്ങളുടെ മേലും നാം വിചാരപ്പെടുന്നത് കൊണ്ട്, ഇവിടെ വാക്യം വായിച്ചതുപോലെ വിചാരപ്പെടുന്നതിനാൽ തന്നെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? കാരണം നാം വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ല. दूसरा हमको समझना, हम चिंता करके व्याकुल होके कोई फायदा नहीं है, क्योंकि वचन में लिखा है, चिंता करके अपनी आयु में एक घड़ी भी तुम बढ़ा नहीं सकते हो, तो क्यों मेरा आप चिंता करें. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെ ഓർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നീറിക്കൊണ്ടിരിക്കുകയാണ്, ഈ വിഷയം ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും, ഇതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും, ഇതിനെ എങ്ങനെ ഞാൻ അതിജീവിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്നത്തെ രാത്രി ഈ വാക്യം ഏറ്റെടുക്കുക. നീ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, നിന്റെ ജീവിതത്തിന് ആവശ്യം വേണ്ടതൊക്കെയും തന്റെ വാഗ്ദത്ത പ്രകാരം കർത്താവ് അത്തക്ക സമയത്ത് നൽകും. मेरे शब्दों को सुन रहे, आज हमारे मध्य में से कोई भी किसी भी विषय को लेकर चिंतित है, बहुत ही व्याकुल है, परमेश्वर के वचन आपको निश्चित देता है कि तुम पहले परमेश्वर के राज्य की खोज करो, तो तुम जिन विषयों के लिए प्रार्थना कर रहे हो, व्याकुल हो, चिंता कर रहे हो, वो प्रभु तुम्हारे लिए निश्चित रूप से करने वाला है. हालेलुया. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോട് പറയുകയാണ്, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ് ബട്ട് ഇൻ എവറിത്തിങ് ഇൻ പ്രേയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ്ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ അൺടു गॉड. इसलिए ही फिलिपियों की किताब के अंदर में 4 के हम 6ठे आयत में इस तरह हम पढ़ते हैं कि किसी भी बात की चिंता मत करो, परंतु हर बात में तुम्हारा निवेदन प्रार्थना विनती के द्वारा धन्यवाद के साथ उसके सम्मुख उपस्थित किया जाए. സഹോദര സഹോദരി, അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുക,
ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവവചനത്തിൽ നീ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിന്റെ ജീവിതം ദൈവസ്ഥിതിയിൽ ക്രമീകരിച്ച് താഴ്മയോടെ വിശ്വസ്തയോടെ വചനപ്രകാരം നീ ജീവിച്ച് നീ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അതാത് ദിവസങ്ങളിൽ, അതാത് ആഴ്ചകളിൽ, അതാത് മാസങ്ങളിൽ, അതാത് വർഷങ്ങളിൽ നിന്റെ ജീവിതത്തിൽ വരേണ്ട കാര്യങ്ങൾ, വിഷയങ്ങൾ എന്തായിരുന്നാലും ശരി, അതാത് സമയങ്ങളിൽ നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വഴികൾ തുറന്ന് കർത്താവ് നിവർത്തിച്ചു തരിക തന്നെ ചെയ്യും. इसलिए प्रियो, मैं तुमसे कहना चाहता हूं कि आप परमेश्वर के वचन के साथ चले, वचन के साथ बढ़े, वचन के साथ जीने का प्रयत्न करें, तो आपके जीवन की क्या आवश्यकता है, महीने की है, एक साल के बाद की, आने वाले समय की है, हर बात के अंदर परमेश्वर विश्वास योग्य है तुम्हारे लिए, पर्याप्त रूप से तुम्हारे लिए कार्य करने के लिए। हालेलुया। ഫിലിപ്പിയ ലേഖനം 4:19, ഫിലിപ്പിയൻസ് 4:19, അവിടെ പറയുന്നു, മൈ ഗോഡ് ഷൽ സപ്ലൈ ഓൾ യുവർ നീഡ്. फिलिपियों 4:19 में लिखा है, पौलुस कहता है, मेरा परमेश्वर अपने उस धन के अनुसार महिमा से प्रभु में तुम्हारी हर एक घटी को पूरा करेगा. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗോഡ് ഷൽ സപ്ലൈ ഓൾ യുവർ വാണ്ട്സ് എന്നല്ല പറഞ്ഞത്, ബട്ട് ഓൾ യുവർ നീഡ്സ് എന്നാണ് പറയുന്നത്. वहां पे हमको ध्यान देखने वाली बात है कि वहां प्रभु पौलुस के द्वारा इस तरह कहता है, परमेश्वर तुम्हारी हर एक आवश्यकताओं की पूर्ति करेगा जो तुम्हें वास्तव के अंदर में चाहिए. അതെ, നമ്മുടെ ജീവിതത്തിൽ we want so many things but we need a little things. हम अपने जीवन में बहुत कुछ चाहते हैं हमारे लिए, लेकिन प्रभु की दृष्टि में जो प्रभु आवश्यक होता है वो देखता है. ഞാനൊരു ഉദാഹരണം പറയാം സഹോദരങ്ങളെ. ഏതെങ്കിലും ഒരു വില്ലേജിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാറ് വേണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ ദൈവം നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കാറിന്റെ ആവശ്യമില്ല, ഒരു പക്ഷെ ഒരു സൈക്കിള് മതിയായിരിക്കാം. എന്നാൽ സിറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഇപ്പൊ ഞങ്ങളെ പോലെ സിറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാർ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ കാർ ആവശ്യമാണ്. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ടെന്തെങ്കിലും ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ, ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ സൈക്കിളെ കൂടി ഈ സിറ്റിക്കകത്തൂടെ പോകാനൊക്കത്തില്ല, ഒരു കാർ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വില്ലേജിലുള്ള ആ കേത്തിയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കാറല്ല ആവശ്യം, ഒരു സൈക്കിളാണ് ആവശ്യം. പക്ഷേ ഇവിടെ സിറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സൈക്കിളല്ല ആവശ്യം, ഒരു കാറാണ് ആവശ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആവശ്യങ്ങൾ വ്യക്തികളിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഇറ്റ് വേരീസ് ഫ്രം ഫാമിലി ടു ഫാമിലി, ഇറ്റ് വേരീസ് ഫ്രം സർക്കംസ്റ്റാൻസസ് ടു സർക്കംസ്റ്റാൻസസ്. इसलिए मुझे आपको समझने के उदाहरण के लिए, एक व्यक्ति जो गांव में रहता है वो मन में इच्छा कर सकता है कि मेरे पास एक कार होता, लेकिन उसकी आवश्यकताओं को प्रभु जब देखता है तो वो देखता है कि इसको कार की जरूरत नहीं, क्योंकि गांव में रहता है, साइकिल इसके लिए पर्याप्त है. लेकिन एक शहर में रहने वाला एक व्यक्ति जो है, वो व्यक्ति भी इच्छा करता है मेरे पास एक कार होता. तो प्रभु देखता है कि हाँ, इसको आने जाने के लिए कार की जरूरत है, इसलिए परमेश्वर उसको कार देगा, उसको साइकिल देगा. इसलिए हमारी आवश्यकताएं जो है हमारी परिस्थिति के अनुसार अलग अलग हो सकती हैं, अलग अलग है, और प्रभु उसके अनुसार हमारे लिए कार्य करता है. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയം എന്റെ അത്യാവശ്യമാണോ അതോ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് മാത്രമേ ഉള്ളൂ? इसलिए हमको समझना, हम जो प्रार्थना करते हैं वो वास्तव में हमारी आवश्यकता है या हम केवल इच्छा रखते हैं. നാം ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് പ്രാർത്ഥിക്കരുത്. അവർക്കുള്ളതൊക്കെ എനിക്ക് വേണമെന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കരുത്. ഒരുപക്ഷെ അവർക്കുള്ളത് അവരുടെ അത്യാവശ്യമായിരിക്കാം, അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ലായിരിക്കാം. അവർക്കത് കിട്ടിയത് കൊണ്ട് ദൈവമേ എനിക്ക് തരണമേ എന്ന് നാം ദൈവസന്നിധിയിൽ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. इसलिए मेरा कभी भी दूसरों को जो मिला है उसको देख के हम प्रार्थना करें, उस व्यक्ति के पास यह है इसलिए मेरे को भी चाहिए. हम कभी भी दूसरों को देख के अपनी आवश्यकताओं को प्रभु के सम्मुख ना रखें. हमारी प्रार्थनाएं जो है हमेशा प्रभु के सम्मुख, हमारी आवश्यकता जो है वही होना चाहिए. ഫിലിപ്പിയ ലേഖനം 4:11 Philippians chapter 4:11 says, I have learned to be content in whatsoever circumstances I am. എനിക്ക് ലഭിച്ചതിലൊക്കെയും ഞാൻ തൃപ്തനാണെന്ന് പൗലോസ് പറയുന്നു. फिलिपियों 4:11 में लिखा है, यह नहीं कि मैं अपनी घटी के कारण ही कहता हूं, क्योंकि मैंने सीख लिया है कि जिस दशा में हूं उसी में संतोष करूं.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വചനം എഴുതുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത്, ഐ ആം കണ്ടന്റ് വിത്ത് വാട്ട് എവർ ഐ ഹാവ്. हमें समझना है, जब ये बात पौलुस कह रहा है, कहाँ पे है? बंदीगृह में, जेल के अंदर में है, लेकिन वहां रहते हुए भी प्रभु बड़े आनंद के साथ कह रहा है, जो मेरे पास है उससे मैं संतुष्ट हूँ. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് കാണും? ഒരു പക്ഷേ കാലിലിടുന്ന 2 ചെരുപ്പ് കാണുമായിരിക്കാം, പുതയ്ക്കുന്ന ഒരു പുതപ്പ് കാണുമായിരിക്കാം, ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് കാണുമായിരിക്കാം, കയ്യിൽ ഒരു വടി കാണുമായിരിക്കും, ചില പുസ്തകങ്ങൾ കയ്യിൽ കാണുമായിരിക്കും. കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ പറയുകയാണ്, എനിക്ക് ദൈവം തന്നിരിക്കുന്നതിലൊക്കെയും ഞാൻ തൃപ്തനാണ്. हम सोचें कि वास्तव में उसके प्यास क्या होगा. शायद एक चप्पल होगा, एक चादर होगी, कुछ किताबें होंगी, और कुछ उसके पास नहीं. लेकिन देखिए, फिर भी वो कह रहा है, जो कुछ मेरे पास है मैं उससे संतुष्ट हूँ, आनंदित. സഹോദര സഹോദരി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മൾ പലപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുകയും ദൈവത്തോട് മറുതലിക്കുകയും ദൈവത്തിന്റെ മുമ്പിൽ മുഖം കുനിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതോർത്ത് നാം കർത്താവിന് മഹത്വം കൊടുക്കാറുണ്ടോ? कई बार हम अपने जीवन में क्या गलतियां करते हैं. बहुत कुछ हम ऐसा प्रभु से मांगते हैं जिसकी हमें जरूरत नहीं. दूसरों के पास है इसलिए हम मांगते हैं, लेकिन जो हमारे पास है हम ये नहीं देखते कि ऐसे बहुत से संसार में हैं, हमारे पास जो है वो उन लोगों के पास भी नहीं है, फिर भी हम प्रभु को धन्यवाद नहीं करते. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥനാ വിഷയത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ഒരു ഭവനത്തിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൽ തെറ്റില്ല. പക്ഷെ ആ ഭവനം നിനക്ക് അത്യാവശ്യമായിരിക്കണം. കുറച്ച് പണത്തിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൽ തെറ്റില്ല. പക്ഷെ ആ പണം നിനക്ക് അത്യാവശ്യമായിരിക്കണം. ഒരു ജോലിക്ക് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തെറ്റില്ല. പക്ഷെ ആ ജോലി നിനക്ക് അത്യാവശ്യമായിരിക്കണം. ഇതാണ് കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായി നമ്മളെ നയിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങൾ. मेरा आप जब प्रार्थना करें, उदाहरण के हमारे घर के लिए प्रार्थना करते हैं, तो वास्तव में वो हमारी आवश्यकता होना है. एक नौकरी के लिए प्रार्थना करते हैं तो वास्तव में हमारी आवश्यकता होना है. हम पैसों के लिए प्रभु से प्रार्थना करते हैं तो वास्तव में हमारी आवश्यकता होना है. हमारी आवश्यकता के अनुसार हम प्रभु से प्रार्थना करें. അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ 100% ഗ്യാരണ്ടിയാണ് സഹോദരങ്ങളെ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അതാത് സമയത്തിൽ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ലഭിക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ऐसे ही हमारी आवश्यकता के अनुसार हम प्रार्थना करते हैं. तो मैं आपसे कहना चाहता हूँ 100% हमारे जीवन के अंदर हमारी आवश्यकता के अनुसार परमेश्वर कार्य करेगा. हालेलुया. അതുപോലെ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ നാം കണ്ട ആ ഫ്രൈസിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഇന്ന് ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ എന്നാണ്. കാരണം ഡെയിലി പ്രൊവിഷൻ ഓഫ് ബ്രെഡ്. इसलिए हमने जो प्रार्थना यीशु मसीह ने सिखाया उसमें क्या लिखा है, हमें ध्यान देना है. वहां लिखा है, आज दिन भर की रोटी हमें दे. आज की आवश्यकता. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലപ്പോഴും കർത്താവ് നമുക്ക് തരുമ്പോൾ ഒരു ദിവസത്തേക്കുള്ളതല്ല, ഒത്തിരി ദിവസത്തേക്കുള്ള ആഹാരം നമുക്ക് തരുന്നുണ്ടാകാം. हम प्रभु से शायद मांगते नहीं, लेकिन एक दिन के लिए नहीं, बल्कि बहुत से दिनों के लिए प्रभु हमको दे देता है. പക്ഷെ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതാത് ദിവസത്തേക്ക് ഇന്നത്തേക്കുള്ള ആഹാരം എനിക്ക് തരണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചത്. लेकिन यहाँ प्रभु ने हमें कैसे सिखाया, आज क्या चाहिए वो हमें देने के लिए, प्रार्थना करने के लिए. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഓരോ ദിവസവും നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെന്നും ഓരോ ദിവസവും കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കണമെന്നും ഓരോ ദിവസത്തെയും നാം കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കണമെന്നും കർത്താവിനോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണമുള്ള ഓരോ ദിവസത്തെയും നമ്മുടെ ഡിപ്പെൻഡൻസിനെയാണ് അത് നമ്മെ കാണിക്കുന്നത്. लेकिन क्यों प्रभु फिर भी हमसे कह रहा है कि हम आज की दिन भर की रोटी हमें दे? इस बात को बताता है प्रभु चाहता है कि हम हर एक दिन के लिए प्रभु पर निर्भर रहे. हर एक दिन हम प्रभु के पास आए, प्रभु के साथ संगति रखें, प्रभु के पास बैठ के हम समय व्यतीत करें. हर एक दिन हमारा भरोसा प्रभु पर रहे. इसलिए प्रभु ने सिखाया, आज दिन भर की रोटी हमें दे. നമുക്കറിയാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ വില്ലേജുകളിലൊക്കെ ഖേത്തിയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുന്നുടനെ അതിന്റെ ബോസ് അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ അന്നത്തെ കൂലി കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം ജോലിക്ക് വരും, പിറ്റേ ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ് വൈകിട്ടത്തെ കൂലി കൊടുക്കും. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു 10-15 ദിവസത്തേക്കുള്ള കൂലി മുൻപേർ
നമ്മുടെ കയ്യിൽ തരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആരെങ്കിലും ഈ മനുഷ്യനെ കാണുവാൻ തക്കവണ്ണം അയാളുടെ അടുത്ത് പോകുമോ? ഇല്ല, ഒരിക്കലും പോകത്തില്ല. കാരണം നമുക്ക് കിട്ടേണ്ടതൊക്കെ മൊത്തമായി നമ്മുടെ ഈ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ അത് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം ഓരോ ദിവസവും തള്ളി നീക്കും. उदाहरण के लिए हम कहीं पर भी काम करने के लिए जाते हैं, सुबह से शाम तक काम करते हैं, वो दिन भर की मजदूरी हमें देता है। अगले फिर हम दिन जाएंगे, फिर दिन भर की मजदूरी हमें देगा। लेकिन सोचे कि उस मालिक ने अगर 15 दिन के लिए 15 दिन की पगार पहले ही हमको दे दिया है, तो हम क्या करेंगे? हम उसके पास जाएंगे नहीं, क्योंकि हमको मालूम है कि 15 दिन का मेरे को मिल चुका है, अब मैं क्यों वहां पे जाऊं। സഹോദരങ്ങളെ, പലപ്പോഴും നാം ചിന്തിച്ചു നോക്കേണ്ട സത്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം വരുമ്പോൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നാം ദൈവസന്നിധിയിലേക്ക് പോകുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തില്ല. കാരണം ലോകത്തിലുള്ള പല കാര്യങ്ങളിലും നമ്മൾ ബിസിയായി പോകും. നമുക്ക് ആവശ്യങ്ങളില്ലാത്തത് കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാനോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോ ദൈവസഭയിൽ കടന്നു പോകുവാനോ നാം പലപ്പോഴും മെനക്കെടാറില്ല. उसी तरह हमको समझना है, जब पहले से बहुत कुछ हमें मिल जाता है तो हम क्या करते हैं? हम प्रभु के पास जाते नहीं। प्रभु के पास जाने के लिए समय नहीं है, क्योंकि हमारे पास आवश्यकता नहीं, हमको सब कुछ मिल चुका है। संसार की बातों के कार्य के अंदर हम लिप्त हो जाते हैं और हम प्रभु के पास जाते नहीं हैं। അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഇരിക്കുന്നെങ്കിൽ കർത്താവിന് നന്ദി പറയണം. കാരണം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ തക്കവണ്ണം ചില വിഷയങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണ്. इसलिए हमें प्रभु को धन्यवाद करना है कि कुछ विषय हमारे जीवन में आते हैं, इसलिए आते हैं ताकि प्रभु चाहता है कि हम उन विषयों को लेकर हम प्रभु के पास जाएं, बैठे प्रार्थना करें। പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ മുഴുവനുമായി നാം പഠിക്കുമ്പോൾ അവിടെ ഓരോ ദിവസവും മരുഭൂമിയിൽ തന്റെ ജനത്തിന് മന്ന കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. हम निर्गमन 16 अध्याय के हम देखते हैं, परमेश्वर जो है हर एक दिन इसराइलियों के लिए दिन भर की मन्ना रोटी उनको देता है। നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് 40 വർഷക്കാലമുള്ള അറേഞ്ച്മെന്റ് ആണത്. हम जरा सोच के देखिए, 1 साल 2 साल के लिए नहीं है, ये व्यवस्था 40 सालों के लिए प्रभु ने किया है। അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ദിവസത്തേക്ക് ഭക്ഷണം പറക്കാതെ കർത്താവ് എന്തുകൊണ്ടാ പറഞ്ഞത്? എന്തുകൊണ്ടാ പറയാതിരുന്നത്? ഒരാഴ്ചത്തേക്കുള്ളത് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ് വൺസ് ഇൻ എ വീക്ക് ഓർ വൺസ് ഇൻ എ മന്ത് എന്തുകൊണ്ട് കർത്താവ് ഈ അറേഞ്ച്മെന്റ് ചെയ്തില്ല? हम जरा सोच के देखें, ये प्रभु ने व्यवस्था क्यों नहीं की? 1 हफ्ते के लिए, 1 महीने के लिए, 1 हफ्ते का इकट्ठा कर लेना, 1 महीने का इकट्ठा कर लेना प्रभु ने, या 1 साल का इकट्ठा कर लेना, क्यों प्रभु ने ऐसा नहीं किया? 16-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം നിങ്ങളൊന്ന് പരിശോധിക്കണം. അവിടെ കർത്താവ് കൽപ്പന കൊടുക്കുന്നുണ്ട്, ഇന്ന് പറക്കുന്നത് നാളത്തേക്ക് ശേഷിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കാതെ ചിലർ ശേഷിച്ചു വെച്ച്, നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയല്ലേ, നാളെ കിട്ടാതിരുന്നാൽ എന്ത് കരുതുമെന്ന് പറഞ്ഞ് ചിലതൊക്കെ ശേഷിച്ചു വെച്ചു അവര് സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം അത് പുഴുത്ത പുഴുവായിരിക്കുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞു. അവിടെയൊക്കെയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കർത്താവ് അന്നത്തേക്കുള്ള അതാത് ദിവസത്തേക്കുള്ള മന്ന പറക്കുവാനാണ് കർത്താവ് കൽപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 16 निर्गमन 16 अध्याय के हम देखते हैं कि प्रभु ने उनको निर्देश दिया था कि 1 दिन के लिए जो चाहिए उतना ही लेना है। लेकिन कुछ लोग हमारी तरह ये सोच के कल मिलेगा नहीं मिलेगा, इसलिए अगले दिन का भी उन्होंने ले लिया। लेकिन हुआ क्या? जो मन्ना उन्होंने लिया वो क्या हुआ? खराब हो गया, वो बासने लग गया, वो उनके किसी काम के लिए नहीं आया। इसीलिए प्रभु ने उनको कहा कि हर दिन की आवश्यकता के अनुसार तुमको लेना है। അവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും നാം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. നമ്മുടെ ആത്മീകവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഓരോ ദിവസവും കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കണം, കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം, കർത്താവിനോടുള്ള കൂട്ടായ്മ നമ്മൾ കഴിയണം, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരു ദിവസം നമ്മൾ തുടങ്ങണം. അത് മാത്രമല്ല, ദിവസം അവസാനിപ്പിക്കുമ്പോൾ അന്ന് പകൽക്കാലം ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞ് ഉറങ്ങുവാനായി കിടക്കണം. പിറ്റേ ദിവസം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതുമെന്നുള്ള വിശ്വാസത്തിൽ സ്വസ്ഥമായി ഉറങ്ങണം. ഇതൊക്കെയാണ് ആ വാക്യങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. उसके द्वारा मुझे आपको क्या सीखने को मिलता है? हर दिन हम प्रभु पर भरोसा रखें, हर दिन हम प्रभु के पास जाएं, प्रभु के साथ संगति रखें, जीवन यात्रा को वचन के द्वारा प्रार्थना के द्वारा शुरू करें, प्रभु की संगति के द्वारा हम आगे की ओर बढ़े। हमेशा हमारी निर्भरता हर एक दिन
अपने पे नहीं बल्कि परमेश्वर पे होने के लिए ऐसी व्यवस्था प्रभु ने इसराइलियों की किया, और ये मुझे और आपको सीखने के लिए है। അവിടെ വേറൊരു വിഷയം കൂടെ നമ്മൾ പഠിക്കുവാനായിട്ടുണ്ട്. കർത്താവ് ഓരോ ഭവനത്തിനകത്ത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ വായിലേക്ക് മന്നായും കാടപ്പക്ഷിയും കൊടുക്കുകയല്ല ചെയ്തത്. എവരിവൺ ഹാസ് ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്, ദേ ഹാവ് ടു ഗോ ഔട്ട്, ദേ ഹാവ് ടു ഫെച്ച് ആൻഡ് ദേ ഹാവ് ടു പിക്ക് ഇറ്റ് അപ്പ് ബൈ ദംസെൽസ്. ഓരോ ദിവസവും അവർ പ്രഭാതത്തിന് എണീറ്റ് അവർ വെളിയിലേക്ക് പോയി അതിനെ കളക്ട് ചെയ്തിട്ട് അകത്ത് കൊണ്ടുവന്നിട്ട് വേണം അത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുവാൻ. അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് അധ്വാനത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. ദൈവം നന്മകൾ തരുമ്പോൾ നമ്മുടെ അധ്വാനത്തിലൂടെ ആ നന്മകൾ നാം പ്രാപിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. वहां दूसरी एक शिक्षा प्रभु हमको देता है। ऐसे ही प्रभु ने उनके जहां रहते हैं सीधा उनके मुंह में नहीं डाला है, सब कुछ उनके हाथों में नहीं दिया, और व्यवस्था दी। हर एक दिन सुबह तुमको उठना है, बाहर जाना है, वो मन्ना इकट्ठा करना, इकट्ठा करके घर के अंदर लेके आना है, उसके बाद कैसे उसको पके खाना है, वो प्रभु ने सारी व्यवस्था दी। ये मुझे आपको क्या सिखाता है? हम मेहनत करने वाले हों, हमारी मेहनत के अनुसार प्रभु हमको प्रतिफलों को देता है। इसीलिए ही प्रभु ने व्यवस्था उस समय वहां इसराइलियों के लिए किया। സഹോദരങ്ങളെ, ലോകത്തിൽ ഏതെങ്കിലും ഒരു ജീവിയെ കുറിച്ച് നോക്കിക്കേ. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളായിക്കൊള്ളട്ടെ, ഇഴജാതികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കൊള്ളട്ടെ, അധ്വാനിക്കാതെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ടോ? പക്ഷികളാണെങ്കിൽ പ്രഭാതത്തിൽ കൂടുവിട്ടിറങ്ങി അത് പറന്ന് ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നു. മൃഗങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് ജീവജാലങ്ങളും ആയിക്കൊള്ളട്ടെ, എല്ലാം അധ്വാനിച്ചിട്ടാണ് ഓരോ ദിവസവും അതിന്റെ ജീവിതം കഴിക്കുന്നത്. संसार हर एक सृष्टियों को देख ले, पक्षियों को देख ले, जानवरों को देख ले, जीव रेंगने वाले जंतुओं को देख ले। प्रभात के समय पक्षियां उड़ते हैं, अपने घोंसले से निकलते हैं और दूर दूर इधर उधर जाके अपने लिए जो है दाना इकट्ठा करते हैं। जानवर भी अपने निवास स्थान से निकलता है और अपने पेट भरने के लिए वो ढूंढता है। ये क्या बताता है कि एक व्यक्ति को मेहनत करना है ताकि उसको मिलना है। तो സഹോദരങ്ങളെ, ഇത് പറയുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ഞാൻ അനേക സഭകൾ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് കാണുവാൻ കഴിയും, ചില സഹോദരങ്ങളിലെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർക്ക് ജോലി ചെയ്യുവാൻ താല്പര്യമില്ല. അവർക്ക് ഭവനത്തിലിരിക്കുവാനും വെറുതെ സമയം കളയുവാനും താല്പര്യമുള്ളവരുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കളിപ്പിച്ച് എങ്ങനെങ്കിലുമൊക്കെ നിന്ന് സമയം തള്ളി നീക്കി എങ്ങനെങ്കിലും പൈസ വാങ്ങിക്കണമെന്നുണ്ട്. അങ്ങനത്തെ ചില ചിന്തകൾ ഈവൻ ദൈവമക്കളെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ പോലും പലപ്പോഴും കാണുന്നുണ്ട്. ये बात मैं क्यों कह रहा हूँ? क्योंकि अनेकों कलीसिया में जाता हूँ, अनेकों को देखता हूँ, अनेक विश्वासियों को देखता हूँ, मेहनत नहीं करते, काम पे नहीं जाते हैं, और काम पे भी जाएंगे तो ऐसे वहां टाइम पास करेंगे और पगार को ले लेंगे। लेकिन हमें समझना है प्रभु ने हमको क्या सिखाया है। हमें मेहनती बनना है, सच्चाई से काम को करना है। 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, 2 Thessalonians chapter 3 verse 10 പറയുന്നു, if a man will not work, he should not eat either. പ്രയത്നിക്കുന്ന ദൈവദാസൻ എന്ന് വായിച്ചത്. दूसरा तेसलोनिया 3 अध्याय उसकी 10वीं आयत में इस तरह लिखा है, क्योंकि जब हम तुम्हारे यहाँ थे तब भी ये आज्ञा देते थे कि यदि कोई काम करना ना चाहे तो खाने भी ना पाए। ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ്, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ആഹാരത്തിനു വേണ്ടി ദൈവം ഒരുക്കുന്ന മാർഗങ്ങളിലൂടെ അധ്വാനിക്കുവാനും നാം തയ്യാറായിരിക്കണം. मैं और आप जब प्रभु से कहते हैं प्रभु आज दिन भर की रोटी हमें दे, तो हमें समझना है उसे प्राप्त करने के लिए जो मेहनत हमको करना है, काम हमको करना है, वो भी हमें करना है ताकि वो हमको मिले। ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പ്രായോഗികമായി ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയിൽ ആശ്രയിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. ദൈവം എല്ലാം ഓട്ടോമാറ്റിക്കലി കൊണ്ടുവന്ന് തരുമെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. कई बार कई लोगों को मैंने देखा है, वो अनेक विषयों के लिए उपवास रख के प्रार्थना करते रहते हैं, लेकिन प्रभु ने जो बुद्धि ज्ञान समझ दिया उसको इस्तेमाल करके कुछ ना कुछ कार्य करके प्राप्त करने का प्रयत्न नहीं करते हैं। ऐसे भी अनेक लोगों को मैंने देखा है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നമ്മളോടുള്ള ദൈവത്തിന്റെ വചനം എന്തെന്നറിയാമോ? 1 തീമോത്തി 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, 1 Timothy chapter 5 verse 8 പറയുന്നു, സ്വന്തക്കാർക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു.
5:8। അതെ, ഫസ്റ്റ് തിമോത്തി 5:8. पर यदि कोई अपने की ओर निश्चय करके अपने घराने की चिंता ना करे तो ये विश्वास से मुकर गया है कि अविश्वासियों से बुरा बन गया है। അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരാണ്. ഭവനങ്ങളെ നോക്കുവാൻ, കുടുംബങ്ങളെ പരിപാലിക്കുവാൻ, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുവാൻ, സഹോദരിമാരായിരിക്കുന്ന ഭാര്യമാരെ കരുതുവാൻ, ഇതൊക്കെയും ഹല്ലേലൂയ ഭർത്താക്കന്മാരായിരിക്കുന്ന സഹോദരന്മാരെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് മാറിപ്പോകരുത്. എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം വഴികൾ തുറക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാതെ മടിയന്മാരായി, അലസന്മാരായി നമ്മൾ മാറുവാനിടയാവരുത്. इसलिए मैं कहना चाहता हूँ, अपने परिवार की चिंता करें, अपने बच्चों की, पत्नियों की, उनके लिए जो कुछ करना है वो सब कुछ हमको करना है। एक पुरुष होने के नाते जिम्मेदारी प्रभु ने हमको दिया है। बिना जिम्मेदारी करके आलसी बन के हम रहेंगे, सब कुछ प्रभु करेगा बोलेंगे तो हमें मिलना नहीं है। इसलिए हमको अपनी जिम्मेदारी को निभाना है, हमारे कार्य को, उत्तरदायित्व को हमको करना है। അതുകൊണ്ട് നാം പ്രയത്നിക്കണം. ഹല്ലേലൂയ. ഒരു പക്ഷി കൂട് വിട്ടിറങ്ങി ആഹാരം തേടി അലയുന്നത് കാണുമ്പോൾ അതിന് ആഹാരം ദൈവം കാണിച്ചു കൊടുക്കും. അതുപോലെ സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം അധ്വാനിക്കുവാൻ തയ്യാറാകുമ്പോൾ അതിന് പ്രതിഫലം കർത്താവ് തരും, അതിന് വഴികൾ കർത്താവ് തരും. അതിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. ये पक्षी सुबह के समय घोंसला से निकलकर वो घूमती रहती है और प्रभु उसको जहाँ पे दाना होता दिखाता है वो दाना खाती, पेट भरती। उसी तरह मुझे आपको समझना है, प्रभु ने जो भी बुद्धि ज्ञान समझ हमको योग्यता दी, उसके अनुसार मेरा आप काम करें, मेहनत करें, ताकि उसके अनुसार प्रभु मुझे आपको प्रतिफल को दे, अनुग्रह को दे। ഇനി ആ വാക്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. ആ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. इसलिए उस वाक्य के अंतिम भाग में इस तरह लिखा है, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ. हमारी दिन भर की रोटी हमें दे। मतलब उस वाक्य के अंदर लिखा हमारी, हमें क्या आवश्यकता है वो। എനിക്ക് ആഹാരം തരണമേ എന്നല്ല, എന്റെ കുടുംബത്തിന് തരണമേ എന്നല്ല, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ എന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. प्रभु ने क्या हमको सिखाया है, मेरे लिए नहीं, मेरे परिवार के लिए नहीं। प्रभु कहता हमारी दिन भर की रोटी हमें दे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു ടേബിളിൽ ഒരു ഭക്ഷണമൊക്കെ നിറച്ചു വെച്ചിരിക്കുകയാണെന്ന് വെച്ചോ, ഒരു 15 പേര് ആ ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരാള് ആ ഭക്ഷണമെല്ലാം തന്റെ അടുക്കലേക്ക് മാറ്റിവെച്ചാൽ, തനിക്ക് ഭക്ഷിക്കാനായിട്ട് എല്ലാം കൂടെ കൂട്ടി തന്റെ പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ചാൽ ആ ആളിനെ കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുക? हम जरा सोच के देखो, 8-10 लोग एक टेबल पे बैठे हुए, खाना खाने के लिए टेबल पे खाना रखा है, लेकिन उसमें से एक व्यक्ति सारे खाने को इकट्ठा करके अपने पास रख ले और कहे कि ये सब कुछ मेरा है, सोच के खाने लग जाए, तो सोच के देखो बाकी जो लोग हैं उस व्यक्ति के बारे में क्या सोचेंगे। ഒരു അവിശ്വാസികൾ പോലും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ലോകത്തിന്റെ മുമ്പിൽ പോലും അത് ഇൻഡീസെന്റ് ആണ്. അതൊരിക്കലും സ്വീകാര്യമല്ല, സ്വാഗതീനീയമല്ല. അങ്ങനെയെങ്കിൽ എത്രമാത്രം അധികമായിരിക്കും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത്, എന്റെ പ്ലേറ്റിൽ ഇല്ലെങ്കിലും ശരി, മറ്റുള്ളവര് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് കാണണം, അവര് നിറയുന്നത് കാണണം. അതിൽ എന്റെ വിഷയമല്ല, മറ്റുള്ളവർ ഈ ടേബിളിൽ നിന്ന് നിറഞ്ഞു പോകുന്നത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷമെന്ന് ഒരു ദൈവ പൈതൽ സ്വയമായി ചിന്തിക്കും. एक अविश्वासी भी इस तरह के काम नहीं करेगा तो हम एक विश्वासी होकर कैसे काम कर सकते हैं। एक विश्वासी स्वयं देखेगा, चाहे मेरा प्लेट खाली क्यों ना रहे, लेकिन मेरे आसपास जो बैठे हुए हैं उनके प्लेटों में खाना हो, उनका पेट भर जाए। मेरी आवश्यकता नहीं, पहले दूसरों की आवश्यकताओं की पूर्ति हो। ये इच्छा एक विश्वासी के हृदय के अंदर होती है। നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ ഒരു മനുഷ്യന്റെ അടുത്ത് ഒരു നല്ല ഒരു ദൈവദാസന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്ന് പറഞ്ഞു, ദൈവം മനുഷ്യനെ നരകത്തിലേക്ക് അയക്കുന്നത് ശരിയല്ല. കാരണം നരകത്തിലുള്ളതിലും നല്ല മനുഷ്യരുണ്ട്. അതുകൊണ്ട് ഈ നല്ല മനുഷ്യരെ ദൈവം നരകത്തിലേക്ക് എന്തിനാണ് വിടുന്നതെന്ന് ചോദിച്ചു. एक विश्वासी आता है, प्रभु के दास से इस तरह सवाल करता है, परमेश्वर लोगों को नरक में डालता सही नहीं है, क्योंकि नरक के अंदर भी अच्छे अच्छे लोग हैं, तो फिर क्यों प्रभु ने अच्छे लोगों को नरक में डाला है। അപ്പോൾ ദൈവദാസൻ മറുപടി കൊടുത്തു, നല്ല മനുഷ്യരവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നരകത്തിലേക്ക് അവർ പോകുവാൻ്റെ കോണം സ്വയം തെരഞ്ഞെടുത്ത വഴിയാണ് നരകം. ദൈവം ആരെയും നരകത്തിലേക്ക് വിട്ടില്ല.
എന്നാൽ നരകത്തിൽ പോകുവാൻ തക്കവണ്ണമുള്ള വഴി ഈ ഭൂമിയിൽ വെച്ച് അവർ തിരഞ്ഞെടുത്തത് കൊണ്ട് അവർ നരകത്തിൽ എത്തുവാൻ തക്കവണ്ണം ഇടയായി. प्रभु के दास उसको उत्तर देता है कि प्रभु किसी को नरक में नहीं डालता है, ना चाहता है, लेकिन वो स्वयं उसने जो चुनाव किया इस संसार में रहते हुए, उसके चुनाव के अनुसार वो नरक में गया है। प्रभु ने अवसर दिया था, लेकिन उस अवसर को उसने इस्तेमाल नहीं किया, उसने गलत चुनाव किया, इसलिए वो नरक में है। प्रभु ने उसको नरक में नहीं डाला है। വന്ന വ്യക്തിക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഈ ദൈവത്തിന്റെ ദാസൻ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ये व्यक्ति जो प्रभु दास के पास आया था, उसको और समझने के लिए एक कहानी प्रभु के दास ने उसको सुनाई। അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. വളരെ വിരിച്ചൊരുക്കിയിരിക്കുന്ന ഒരു വലിയ മാളിക, അതിനകത്ത് സകലവിധ വിഭവങ്ങളോ ഭക്ഷണ വിഭവങ്ങളും ചേർന്ന ഒരു വലിയ തീന്മേശ, അതിനകത്ത് കുറച്ചു പേരുടെ സീറ്റുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും ഭക്ഷിക്കുവാൻ തക്കവണ്ണം വലിയ വലിയ പ്ലേറ്റ് നിറച്ച് ഭക്ഷണം ഈ മേശയിൽ ഒരുക്കി വെച്ചിരിക്കുക. एक बहुत बड़े हॉल के अंदर में बहुत से लोगों के लिए खाने की व्यवस्था की गई है। वहां जो लोग आएंगे उन लोगों के लिए अलग अलग टेबलों के ऊपर में अलग अलग खाना भी रखा हुआ है, पहले से उनके लिए व्यवस्था किया हुआ है। ഇനിയിപ്പോൾ കുറച്ചു പേര് അങ്ങോട്ട് കടന്നു വന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി, എല്ലാം റെഡിയായിട്ട് ടേബിളിൽ ഇരിക്കുക. अब केवल कुछ लोगों को आना है, आके खाना खाना है, जाना है, क्योंकि पहले सब कुछ उस टेबल में तैयार करके रखा हुआ है। കുറച്ചു പേരെ ആ മുറിയുടെ അടുക്കലേക്ക് ആ വ്യക്തി കൊണ്ടുവന്നു, ഒരു വ്യക്തി കൊണ്ടുവന്നു. एक व्यक्ति उस कमरे में कुछ लोगों को वहां लेकर आया जहां पे व्यवस्था की गई थी। അവരെല്ലാവരും ഈ മുറിക്കുള്ളിലേക്ക്, ഹോളിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. इन लोगों ने जब देखा, हॉल के अंदर आए तो देखा है कि हॉल के अंदर में उनके लिए पर्याप्त खाना रखा हुआ है। ये देख के वे सब लोग खुश हो गए। അപ്പോൾ ഈ കൊണ്ടുവന്ന വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണമാണ് ഈ അകത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്നറിയാമോ? നിങ്ങളുടെ കൈ ഇങ്ങനെ ഒന്ന് നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു. നീട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു വലിയ രണ്ട് ബാറുകൾ എടുത്തിട്ട് ഇങ്ങനെ കൈ ചേർത്ത് കെട്ടിവെച്ച്, കാരണം കൈ മടക്കാൻ പറ്റാതെ വണ്ണം. അപ്പോൾ അവരുടെ രണ്ട് കൈകളും ഇങ്ങനെ ബാറ് വെച്ച് കെട്ടി ഇങ്ങനെ നീളത്തിലാക്കിക്കൊണ്ട് ഓരോരുത്തരെ അകത്തേക്ക് വിട്ടു. लेकिन बोला कि ये देखो कमरा है, आपके लिए खाना रखा हुआ है, आप कितना चाहो खा सकते हैं, लेकिन एक शर्त है, यहाँ पे जितने लोग आए हैं खाने से पहले उनके दोनों हाथ हैं, जो दोनों हाथ के ऊपर में एक लंबा जो बार है, लकड़ी का टुकड़ा समझो, उसको रख के वहां पे उसको हाथ के साथ बांध दिया, ताकि हाथ ऐसे मुड़ना नहीं है, वो सीधा रख के उसको बांध दिया गया। बोला ये उनकी शर्त थी। എല്ലാവരെയും അങ്ങനെ കെട്ടിയിട്ട് അകത്തേക്ക് കിടത്തി വിട്ടിട്ട് ഡോർ അടച്ചു. इसी तरह कमरे के अंदर में सबको दोनों हाथों में इस तरह एक सीधी लकड़ी रख के बांध के उनको कमरे के अंदर में भेज दिया गया और कमरा बाहर से बंद कर दिया गया। അവരോട് പറഞ്ഞു, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചോളണം എന്ന് പറഞ്ഞു. और कहा बाहर से कि अच्छी तरह खाना खा लेना, जितना खाना है, और सो जाना। 2 മണിക്കൂറിന് ശേഷം വന്ന് കതക് തുറന്നു നോക്കിയപ്പോൾ, ഡോറ് തുറന്നു നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ടേബിളിരുന്ന ഭക്ഷണമൊക്കെ താഴെ കിടപ്പുണ്ട്. മറ്റുള്ളവർ ഒരാളെ മൂക്ക് പോയി കിടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ബഹളമുണ്ടാക്കി ഓരോരുത്തർ ഓരോ വശത്തേക്ക് മറിഞ്ഞു കിടക്കുന്നു. 2 घंटे के बाद में वो व्यक्ति आगे जब कमरा खोल कर देखता है तो जो खाना टेबल में था, वो खाना तो सब इधर उधर पड़ा हुआ है और एक दूसरे को मार रहे हैं। एक वहां गिरा पड़ा, एक यहाँ गिरा पड़ा हुआ है, किसी की नाक टूटी है, किसी का हाथ टूटा हुआ है, ऐसे पड़े हुए हैं। അതവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഇതുപോലെ ഒരു ഹോള് വേറൊരിടത്ത് അദ്ദേഹം ഒരുക്കി. यहाँ पे ये खत्म हो गया। उस व्यक्ति ने इसी तरह एक दूसरे कमरे के अंदर इसी तरह एक व्यवस्था की। അവിടെയും ഇതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നിറച്ചു വെച്ചിട്ട് കുറച്ചു പേരെ വെളിയിൽ കൊണ്ടുവന്ന് നിർത്തി. उस कमरे के अंदर भी खाने की पूरी व्यवस्था करने के बाद कमरे के बाहर में कुछ लोगों को आकर खड़ा कर दिया। അവരോടും പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ ഭക്ഷണമാണ്, ഇഷ്ടം പോലെ കഴിക്കണം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങളുടെ കൈയും ഇതുപോലെ കെട്ടി അകത്തേക്ക് വിടുമെന്ന്. उनको भी कहा कि ठीक है, तुम भी जितना खा सकते हो खा लेना, लेकिन एक शर्त है, तुम्हारे भी हाथ को इसी तरह एक लकड़े के पट्टे से सीधा बांध दिया जाएगा। അവരെ അതുപോലെ കെട്ടിയിട്ട് അവരെ അകത്തേക്ക് വിട്ടു, ഡോർ അടച്ചു. उनको भी जितने थे उनको भी सबको दोनों हाथों को इसी तरह लकड़ी के पट्टे से बांध के उन्होंने दरवाजा बंद कर दिया। 2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ എന്താണ് കണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ?
2 घंटे के बाद वो मालिक आया और दरवाजा खोला तो उसने क्या देखा आपको मालूम है? അവിടെ ഇരുന്ന ടേബിളിലെ ഭക്ഷണമൊക്കെയും കാലിയായി. അത് മാത്രമല്ല, ഓരോരുത്തരും ഓരോ ടേബിളിൽ ഇരുന്നു കൊണ്ട് സന്തോഷത്തോടെ എന്താ പറയുന്നത്, ബർപ്പ് ചെയ്യുന്നു, ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട്. क्या हुआ कि देखा टेबल के अंदर एक टुकड़ा भी खाना पड़ा हुआ नहीं है। सबने खाना खा लिया, सब तृप्त होके वहां पे बैठे हुए हैं अच्छी तरह। എന്താ കാരണമെന്നറിയാമോ? क्या कारण है प्रियो? ഈ രണ്ടുപേരെയും കാണിച്ച് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, അവിടെ അടി നടന്നു, ബഹളം നടന്നു, ഭക്ഷണം എല്ലാം നശിപ്പിച്ചു, ഇവിടെ എല്ലാം ഭംഗിയായി നടന്നു, അതിന്റെ കാരണം എന്തെന്നറിയാമോ? उस व्यक्ति ने पूछा कि उस कमरे के अंदर भी ऐसी व्यवस्था की गई थी, लेकिन वहां तो सबने एक दूसरे को मारा कूटा और सारा खाना बर्बाद कर दिया, लेकिन ऐसा कुछ हुआ नहीं। कारण क्या है आप बताएं? This is the difference between heaven and hell. प्रियो, ये ही है फर्क स्वर्ग और नरक के अंदर हमको समझना है। ഈ രണ്ടാമത് വന്നവർ എന്ത് ചെയ്തെന്നറിയാമോ? ഒരാൾ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ദൂരെ ഇരുന്ന ഭക്ഷണം വാരി അവിടെ ഇരുന്ന ആളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അതുപോലെ അവിടെ ഇരുന്നയാള് ഇവിടേക്ക് കൈ നീട്ടിട്ട് ഈ ഭക്ഷണം എടുത്തിട്ട് ഇവിടെ ഇരുന്ന ആളിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. क्या हुआ प्रियो? इस कमरे में जो आए थे, जिन्होंने अच्छी तरह खाना खाया, लड़ाई झगड़ा नहीं किया, एक व्यक्ति ने खाना उठाया दूसरे के मुंह में डाल दिया, क्योंकि हाथ मुड़ नहीं सकता है। दूसरे व्यक्ति ने खाना उठाया इसके मुंह में डाल दिया। इस तरह सब ने आपस में एक दूसरे को खिला लिया और प्रेम के साथ सब रहे। खाना खत्म हो गया, पेट भर गया। മറ്റേ റൂമിൽ എന്താ നടന്നതെന്നറിയാമോ? അവരവരുടെ പ്ലേറ്റിനെ സൂക്ഷിക്കാനായിട്ട് നോക്കി. ഒരുത്തൻ കൈ നീട്ടിയപ്പോ മറ്റവന്റെ പ്ലേറ്റ് തട്ടിപ്പോയി, ഇവൻ കൈ നീട്ടിയപ്പോ അവന്റെ പ്ലേറ്റ് തട്ടിപ്പോയി. They were living for themselves. लेकिन दूसरे कमरे में क्या हुआ? वो जब एक व्यक्ति अपने प्लेट को उठा रहा है तो दूसरा व्यक्ति उसको गिरा रहा है, तीसरा उसको उठा रहा है तो उसको गिरा रहा है। सब आपस के अंदर एक दूसरे को नुकसान पहुंचाते रहे, क्योंकि सब अपना स्वार्थ देख रहे थे, दूसरे के बारे में कोई सोच ही नहीं रहा था। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അടുത്ത 2 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 2 मिनट के अंदर मैं अपने शब्दों को विराम दूंगा। നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല കർത്താവേ, എന്റെ സഭയിൽ ഭാരപ്പെടുന്ന മറ്റു സഹോദരങ്ങളുണ്ട്. അവരുടെ വിഷയങ്ങളെയും കർത്താവേ നീ നോക്കണമേ, അവരെയും കരുതണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. इसी तरह जब हमने सुना प्रार्थना प्रभु ने सिखाया, हमारी दिन भर की रोटी दे, उसका अर्थ क्या है? मेरे आपके कलीसिया में और दूसरे बहुत से विश्वासियों के जीवन में प्रभु, जिनको एक वक्त की रोटी नहीं है, उनकी बहुत सी आवश्यकता है। हमारी आवश्यकता बोलने से पहले प्रियो, हम दूसरों के बारे में बोले, दूसरों की आवश्यकताओं की हम चिंता करें, उनके लिए मेरा प्रार्थना करें। നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്കൂളിൽ വിടുന്നതെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ തന്നെ നാം നമ്മുടെ സഹോദരങ്ങൾ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ, അവർക്ക് എവിടെ നിന്ന് വഴി തുറക്കും, അവരെയും കർത്താവേ കരുതണമേ, സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. स्कूल खुलते हैं तो हमारे बच्चे स्कूल जाते हैं, उनकी फीस भरी जाती है, हमारे पास सब कुछ है, तब सोचना है। और भी हमारे प्रिय लोग हैं, उनके बच्चे स्कूल जाने के लिए असमर्थ है, उनकी फीस नहीं भरी जा सकती है। उनके बच्चे, उनकी आवश्यकताओं के बारे में भी मेरा आप सोचें। ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളും നടത്തിത്തരും. प्रभु का वचन मुझे आपको सिखाता है, मैं और आप जब दूसरों के लिए मध्यस्थ करते हैं, दूसरों के लिए प्रार्थना करते हैं, तो प्रियो मेरी आपकी आवश्यकताओं को परमेश्वर पूरा करता है। ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം 10 വാക്യം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10 അവിടെ പഠിപ്പിക്കുന്നു, The Lord restored the fortunes of Job when he prayed for his friends. ജോബ് അവന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ അവസ്ഥയ്ക്കും ഭേദം വരുത്തി. हम देखते हैं अय्यूब की किताब 41 अध्याय 10वें वाक्य में लिखा है, अय्यूब ने अपने मित्रों के लिए प्रार्थना की, यहोवा ने उसके सारे दुखों को दूर किया, जितना अय्यूब के पहले नहीं था उसका दुगना उसको प्रभु ने दे दिया। ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു സഹോദരങ്ങളെ. मैं अपने शब्दों को यहाँ विराम देता हूँ। ഇന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, കർത്താവേ എന്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളുണ്ട്, അവർക്ക് വേണ്ടി കൂടെ ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, സഭയിലുള്ള എല്ലാവരും അതാ ഓരോരുത്തരോ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നത്തെ രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവസഭയിൽ എത്ര പേരുണ്ടാവും? प्रियो मेरा आप जब प्रार्थना करते, प्रभु आज दिन भर की रोटी हमारी दे, तो मुझे आपको सोचना, प्रियो मेरी कलीसिया में
हमारे प्रियो में जान पहचान में ऐसे अनेक लोग होंगे, हम प्रभु से प्रार्थना करें, प्रभु उन सब की आवश्यकताओं की पूर्ति करे। हमारी आवश्यकताओं से बढ़ के हम दूसरों के लिए प्रार्थना करने वाले बने, दूसरों के लिए मध्यस्थ करने वाले बने। ദൈവസഭയിലുള്ള എല്ലാവരെയും നമുക്കറിയാമല്ലോ സഹോദരങ്ങളെ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സഭയിൽ കടന്നു വരുന്ന ഓരോരുത്തരെയും അറിയാമല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കുമ്പോൾ ആ ഓരോരുത്തർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു മാത്രമേ ഇനി മുതൽ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കാവൂ. मेरे आपके कलीसिया में आने वाले सबके बारे में मेरा आप जानते हो प्रियो, मेरा आप अपनी आवश्यकताओं को बोलने से पहले प्रियो, उनके लिए, उनकी आवश्यकताओं के लिए, उनकी दुख वेदनाओं के लिए मेरा आप पहले प्रार्थना करे, हमारी आवश्यकताओं को बोलने से पहले। അത് തന്നെ ദൈവസന്നിധിയിൽ ഒരു ഉറപ്പാണ് സഹോദരങ്ങളെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയിൽ മറ്റെത്ര കുടുംബങ്ങളുണ്ടെന്നുള്ള ഉറപ്പ് തന്നെ ദൈവസന്നിധി നിങ്ങളെ ബലത്തോടെ നിർത്തും. यही मेरे आपके लिए परमेश्वर के द्वारा प्रभु हमारी आवश्यकताओं को पूर्ति करेगा। मेरा आपके लिए एक निश्चितता है, जब मेरा आप दूसरों के लिए मध्यस्थ करेंगे, प्रार्थना करेंगे। നമ്മുടെ കർത്താവിന്റെ നമ്മുടെ തലകളെ വണക്കാം. ഇന്നത്തെ രാത്രികാലം കർത്താവെ അങ്ങ് തന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥതയോടെ ജീവിക്കുന്നവരായിട്ടല്ല, പിന്നെയോ ഈ ഭൂമിയിലുള്ള കുറച്ചു കാലം ജീവിക്കുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ അതാത് സമയങ്ങളിൽ അവിടുന്ന് നിർവഹിച്ചു തരുമ്പോൾ ഞങ്ങളോട് കൂടെയുള്ള ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്കും അവരുടെ ആവശ്യങ്ങളെ നിർവഹിച്ചു കൊടുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഒരു ജനമായി അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദൈവവചനം ശുശ്രൂഷിപ്പാനടി ഞങ്ങളെ രണ്ടുപേരെയും കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തിനും ഞങ്ങളുടെ ദാസീദാസന്മാർക്കും അങ്ങയുടെ സഭയ്ക്കും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിലടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചിട്ട് നിർത്തിക്കാം. आइए फिर से प्रार्थना में जाए। प्यारे खुदा, हम आपको धन्यवाद करते खुदा, फिर से हम आपके क्षणों में घुटने टेकते प्रभु। अब अबिदा हम हमारी आवश्यकताओं से पहले प्रभु जीवन के अंदर प्रभु ईश्वर हमेशा प्रभु दूसरों के लिए प्रार्थना करने वाले बन जाए खुदा। दुख कष्ट वेदनाओं में जी रहे हमारे बहुत से विश्वासी प्रिय लोग हैं खुदा, सताव पीड़ाओं में गुजर रहे हैं, आवश्यकताओं के मध्य में अनेक हैं प्रभु। जीवन यात्रा के अंदर परमेश्वर हमेशा खुदा उन बातों को स्मरण करते हुए दूसरों के लिए आंसू बहाने के लिए, दूसरों के लिए प्रार्थना करने के लिए, दूसरों की सहायता मदद करने के लिए हम सबकी आप सहायता करना, मदद करना प्रभु, ताकि परमेश्वर प्रभु जीवन यात्रा के अंदर प्रभु हमेशा प्रभु हम आपकी इच्छा के साथ चल पाए, जी पाए, हम आपके राज्य के लिए, आपके राज्य के काम के लिए हम कर पाए प्रभु। आज की रात फिर से हमारे आत्मा प्राण देह को आपके हाथों में समर्पित करते खुदा। आज जो वचन के द्वारा प्रभु आपने हमसे बातचीत, धन्यवाद करते हैं, आपके दास के लिए धन्यवाद करते हैं, उनके जीवन के लिए, उनके समर्पण के लिए, उनकी शिक्षाओं के लिए, अब्बा पिता उनके अच्छे मन के लिए धन्यवाद करते हैं। आज के मिट्टी को अनुग्रह के धन्यवाद करते हैं, यीशु मसीह के नाम से मांगते हैं, आमीन। കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. पास्टर जी, एक डाउट जरूर हमारे मन के अंदर आया है। तो डाउट ये है कि आपके फोटो में या आपकी जीव में परमेश्वर का सिग्नेचर है कहीं ना कहीं, अदरवाइज इतनी सुंदर भाषा में, इतनी हमारे हृदय के अंदर ये बात पहुंच जा